വളരെ നികൃഷ്ടമായ രീതിയിൽ ആ സജീദ എന്ന് പറയുന്ന ഇൻചാർജ് അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ ആദ്യം ഒരു മലയാളത്തിലൊക്കെ സംസാരിച്ചു. പിന്നെ ഇവിടെ ഒരു മാധ്യമപ്രവർത്തനം വന്നപ്പോൾ പിന്നെ ഇംഗ്ലീഷിലായി. അവർ വളരെ മോശമായിട്ടാണ് പ്രതികരിച്ച് ഇംഗ്ലീഷിൽ നമുക്കറിയാമായിരുന്ന രീതിയിൽ അവർ പെരുമാറിയത്. അപ്പോൾ BJPയുടെ സമരം ശക്തമാക്കി. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി RMOയെ വിളിച്ചു, സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഇവിടെ സിറിഞ്ചില്ല എന്നുള്ള വിഷയം അറിഞ്ഞിട്ടില്ല. RMOയെ വിളിച്ചപ്പോൾ RMO അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്? ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇവിടെ സിറിഞ്ചുണ്ടോ, ഇവിടെ മരുന്നുണ്ടോ, ഇവിടെ ഡോക്ടർമാരുണ്ടോ, ഇവിടെ നേഴ്സുമാരുണ്ടോ, ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ എന്നൊന്നും അറിയാത്ത വെറുതെ വരുന്നു. അവനവൻ്റെ ക്യാബിന് രണ്ടുപേരും കുത്തിയിരിക്കുന്നു, ഫാൻ്റെ അടിയിരിക്കുന്നു. ആരെങ്കിലും പറയും ഇടയിൽ ഒപ്പിടേ എന്ന് പറഞ്ഞാൽ അവർ ഒപ്പിടും. സൂപ്രണ്ട് മറന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സൂപ്രണ്ടും RMOയും. നമ്മൾ ചിന്തിക്കണം, അത്രത്തോളം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. അപ്പോൾ നമ്മൾ BJPയുടെ സമരം ശക്തമാക്കിയപ്പോൾ വൈലന്റ് ആവുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്കിന് അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് സാധനം എപ്പോൾ വരും, അല്ലെ എപ്പോൾ ഇവിടെ സിറിഞ്ഞെടുത്തു ഞാൻ ചോദിക്കുന്നു. അപ്പോഴൊന്നും ഒരു മറുപടിയില്ല. വളരെ നമ്മളെ അങ്ങ് അടിച്ചമർത്താൻ ശ്രമിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അടിച്ചമർത്താൻ വരുന്നവരെ എങ്ങനെ നേരിടുന്നത് ഭാവി ചെയ്തപ്പോൾ വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ ശൈലി എടുത്തപ്പോൾ, ഞങ്ങളുടെ മൂന്നാം മുറ എടുത്തപ്പോൾ സാധനം പൂഴ്ത്തി വെച്ചിരുന്ന സാധനം ചിന്തിക്കണം. ഈ നാട്ടിലെ ജനങ്ങളെ, പാവപ്പെട്ടവരുടെ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന വരുന്ന ഇത് പാവങ്ങളുടെ ആശുപത്രിയാണ്. ഈ കൊട്ടാരക്കര മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലെല്ലാം വരുന്ന പാവങ്ങളുടെ ആശുപത്രിയാണ്. അപ്പോൾ ചിന്തിക്കണം, അഴിമതി, നഗരസഭാ അധികാരികളുടെ അടക്ക അനുമതിയോടുകൂടി ഇവിടെ സാധനം പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ BJPയുടെ സമരം ശക്തമാക്കുമെന്ന് അറിഞ്ഞപ്പോൾ, ഇവിടെ ഞങ്ങൾ പരിഹാരമില്ലാതെ ഉണ്ടാവാതെ വിട്ടുപോകുമെന്ന് അറിഞ്ഞ സമയത്ത് പൂഴ്ത്തി വെച്ചിരുന്ന. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തിനാ പൂഴ്ത്തി വെക്കുന്നത്? സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളുടെയും ലാബുകളുടെയും ഒക്കെ കമ്മീഷൻ പറ്റിക്കൊണ്ട് ഈ സൂപ്രണ്ടും ഇവിടുത്തെ ഇൻചാർജുമാരും അടക്കം വൻ ലക്ഷങ്ങളാണ് പുറത്തുള്ള ലാബുകളിൽ നിന്നും ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ കൈപ്പറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പൂഴ്ത്തി വെച്ചത്. നമുക്കറിയാം, പാവപ്പെട്ടവർ ആ സിറിഞ്ചിൽ ഇവിടുന്ന് സിറിഞ്ചെടുത്ത് പാവപ്പെട്ട അമ്മമാർ കൊടുത്തിരുന്നെങ്കിൽ, ആ കൈക്കുച്ചിൽ കൊടുത്തിരുന്നെങ്കിൽ അവർ ഇത്രയും പൊരിവെയിലത്ത് പുറത്തുപോയി അവരെ ക്ഷീണിതരാവത്തില്ലായിരുന്നു, അവർ അത്ര ടയർഡ് ആവത്തില്ലായിരുന്നു. അപ്പൊ അത്രത്തോളം അഴിമതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഇൻചാർജ്, ഇവിടുത്തെ സ്റ്റാഫുകളും പെരുമാറിയത്. BJP സമരം ശക്തമാക്കിയപ്പോൾ പൂഴ്ത്തി വെച്ചിരുന്ന സിറിഞ്ച് വന്നു. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കും, നാളെ രാവിലെ ഇതിന് പരിഹാരം, ഈ തെറ്റ് കൊടുക്രൂരത ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻചാർജിനെതിരെ, ഈ തെറ്റിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് അവർക്കെതിരെ കൃത്യമായ നടപടി എന്താണെന്ന് രാവിലെ കൃത്യമായിട്ട് ഞങ്ങൾ 10 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തും. സൂപ്രണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാവിലെ 10 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ക്യാബിനിൽ ഉണ്ടാവണം. BJP പ്രവർത്തകർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ സൂപ്രണ്ടിന്റെ മറുപടി കേട്ടിട്ട് ഈ തെറ്റ്, ഈ പൂഴ്ത്തി വെച്ച സംഭവം, ഈ സിറിഞ്ച് പൂഴ്ത്തി വെച്ചിട്ട് പാവപ്പെട്ടവരെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് സംഭവത്തിൽ നടപടി എന്താണ്, അന്വേഷണം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ സൂപ്രണ്ടിനെ കണ്ട് സൂപ്രണ്ടിനെ ഉപരോധിക്കുക. ഇതിന്റെ ഡിസ്ട്രിക്ട് കളക്ടർ, ഞങ്ങൾ DMO, കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കടക്കം ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനടക്കം ഞങ്ങൾ പരാതി ഇന്ന് കൊടുക്കാൻ പോവുകയാണ്. നാളെ കൃത്യമായി സൂപ്രണ്ടിനെ നമ്മൾ ഉപരോധിക്കും. ഇത് നടപടി ഉണ്ടാവണം. ഈ തെറ്റ് ചെയ്തവർക്ക് നടപടി ഉണ്ടാകുന്നവരെ BJP ഈ സമരമുഖത്തുണ്ടാവും, യാതൊരു സംശയവും.